ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ തംബ്നെയിലിൽ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഞാൻ ഓരോ മാസവും പലചരക്ക് സാധനങ്ങൾ വാങ്ങണമെന്നുള്ളതും അത് ധാന്യങ്ങളൊക്കെ എങ്ങനെയാണ് കേടുകൂടാണ്ട് സൂക്ഷിക്കണമെന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ ഇതൊരു പുതിയ അറിവൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്നാലും ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങണത് നമ്മളുടെ സപ്ലൈകോയിൽ നിന്നാണ് ഞാൻ വാങ്ങാറുള്ളത്. സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങി, അത് ഇല്ലാത്തത് നമ്മളടുത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് പോരുകയാണ് ചെയ്യണത്. എല്ലാ മാസവും എനിക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടി വരാറില്ല. ഞാൻ ഒന്നിടവിട്ടുള്ള മാസങ്ങളിലാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാനിത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഇതിൻ്റെ ലിസ്റ്റ് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാത്രി നമ്മളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുക നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള നോക്കുവാണ്. അപ്പോൾ ഈ മാസം ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടതുകൊണ്ട് സത്യത്തിൽ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി വരുന്ന സാധനങ്ങൾ ഞാൻ ഇതുപോലെ ഒരു ഡബ്ബയിലാണ് ഇട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഈ ഡബ്ബയുടെ താഴെയായിട്ട് നമ്മൾ കുറച്ച് വറ്റൽമുളകൊക്കെ പൊട്ടിച്ച് ഇടാറുണ്ട്. അപ്പം നമുക്ക് ബാലൻസ് ഉള്ളത് ഒരു പാക്കറ്റ് കടുകുണ്ട്, പിന്നെ മുഴുവൻ മല്ലിയുണ്ട്, പിന്നെ കുറച്ച് മുതിര ഇരിക്കുന്നുണ്ട്, പിന്നെ ഉള്ളത് കുറച്ച് ഉഴുന്നാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഈ പാത്രത്തിൻ്റെ താഴെ ഞാൻ മുളക് പൊട്ടിച്ചിട്ടിരിക്കണത് ഈ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാട്ടോ. അപ്പോൾ എനിക്ക് വലിയ പ്രാണിശല്യമൊന്നും ഇല്ല. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം വാങ്ങിയിട്ട് ബാക്കി വന്ന ഇതാണ്. ഞാൻ ഓരോ മാസം കൂടിയിട്ടാണ് ഞാൻ വാങ്ങുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇത് ഒരു ക്ലിയർ അല്ലാത്ത പോലെ ഇരിക്കുന്നത് കേട്ടോ. ഞാനൊരു ഫയലിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എന്ന് പറയാം, ആ സാധനങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. കാരണം ചിലപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും മറന്നു പോകും. ചിലപ്പോൾ കടയിൽ നിന്ന് തിരിച്ചൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ അത് വാങ്ങിയില്ല ഇത് വാങ്ങിയില്ല എന്നൊക്കെ ഓർക്കണത്. പക്ഷേ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. കാരണം ചിലപ്പോൾ ഞാൻ ഓർക്കാത്ത കാര്യങ്ങൾ പോലും ഇത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യണതാണ്. നിങ്ങൾ ഒരുപാട് പേരിങ്ങനെ ചെയ്യണവരായിരിക്കും, എന്നാലും ഞാൻ ചെയ്യണത് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാനിതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഇടകലർത്തി മിക്സ് ചെയ്ത് എനിക്ക് ഇതുപോലെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇത് മറ്റുള്ളവരെ കാണിക്കണമെന്നൊന്നും അന്നൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ അല്ലെങ്കിൽ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് തുടങ്ങി ഞാൻ വരുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാനതെടുത്ത് പറയണത്. അപ്പോൾ ഇതൊക്കെ രാത്രിയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലല്ലോ. പണികളെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരുന്ന് നമുക്കത് ചെയ്യാം. ഇങ്ങനെയുള്ള എക്സ്ട്രാ ജോലികളൊക്കെ സ്വതവേ ഞാൻ ഈ രാത്രി നേരങ്ങളിൽ ആണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ചെയ്യും. കാരണം അപ്പോഴേ നമുക്ക് സ്വസ്ഥമായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരുടെ കാര്യങ്ങളും കഴിഞ്ഞു, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓരോ കാര്യങ്ങൾക്ക് നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടിയൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾക്കും ഒരാശ്വാസമാണ്. പർച്ചേസ് ചെയ്തതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളുടെ ഓരോ കണ്ടെയ്നേഴ്സും എടുത്ത് നന്നായി ക്ലീൻ ചെയ്തു. ഇടയ്ക്ക് 2 മാസം കൂടിയൊക്കെ ഞാനത് കഴുകി വെക്കണതുകൊണ്ട് വലിയ അഴുക്കുകളൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ മാറ്റണത് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിന് മുന്നേ ഇട്ട് വെച്ചിരുന്ന മുളകാണ് കേട്ടോ. മുളകൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ അരിയും ആ മുളകൊക്കെ കൂടി ഞാൻ ഇതിലിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ എരിവും ആ മണമൊക്കെ കൊണ്ടാണ് തോന്നുന്നത് പ്രാണിശല്യം എനിക്ക് വല്ലാണ്ട് ഉണ്ടാവാറില്ല. അപ്പോൾ ആ പഴയ മുളകാണ് ഞാൻ മാറ്റിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വന്നത്. നമ്മൾ മാവേലിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അവിടെ നിന്നും വാങ്ങി ബാക്കിയുള്ളത് നമ്മൾ
സൂപ്പർ മാർക്കറ്റിൽ നിന്നും കൂടി പർച്ചേസ് ചെയ്ത് വന്നതാണ് കേട്ടോ. ഈ ചെറിയ ചെറിയ കവറുകൾ കാണുമ്പോഴത്തേക്കും ഇതാവണ്ട, അത് നമ്മൾ മാവേലിയിലെ സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഇതുപോലുള്ള കവറുകൾ നമ്മൾ കയ്യിൽ പിടിക്കണം. അപ്പോൾ അതിലാണ് അവർ സാധനങ്ങൾ തരിക. അപ്പം ഞാൻ പുതിയ കുറച്ച് മുളക് എടുത്തു. ഇനി ഈ ഇട്ട് വയ്ക്കുന്ന ധാന്യങ്ങളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം മാവേലിയിൽ നിന്നല്ല സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് എല്ലാം വാങ്ങിയിരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും ഞാൻ മാവേലിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടില്ല എന്ന് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ വാങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോഴോ അറിയാമല്ലോ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാതെ നമുക്ക് പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എവിടെന്നെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് വാങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ സാധാരണ ഞാൻ വേനൽക്കാലത്ത് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാം ഒന്ന് വെയിലത്തിട്ട് ഉണക്കും. അപ്പോൾ വെയിലത്തിട്ട് നമ്മൾക്ക് ഉണക്കി കഴിയുമ്പോഴത്തേക്കും വല്ലാണ്ട് പ്രാണിശല്യം ഉണ്ടാവാറില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ വെച്ചതിന് ശേഷം ആ അടുപ്പ് ഫ്രീ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു വട്ടകയിലോ എന്തെങ്കിലും ഇട്ടിട്ട് പതിയൊന്ന് അതിനെ ചൂടാക്കി വയ്ക്കും. ഓരോ ദിവസം ഓരോന്നായിട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ 2 വെച്ചിട്ടോ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഡബ്ബകളിലാക്കി വെക്കുമ്പോഴും പ്രാണിശല്യം കുറവായിട്ട് തോന്നും. അടുപ്പിൽ ഇതുപോലെ നമ്മൾ ചൂടാക്കുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വല്ലാണ്ട് അത് ചൂടാക്കി കളയരുത്. അപ്പോൾ എനിക്കൊരു വേവിൻ്റെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് അങ്ങനെ വല്ലാണ്ട് ചൂടാക്കുമ്പോൾ. ഈ ഗ്രീൻ പീസ് നമ്മളുടെ കണ്ടെയ്നറിൽ ബാക്കി ഉണ്ടായതാണ്. അപ്പം ഞാൻ അതുപോലെ സൂക്ഷിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇട്ട് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ വേറെ പ്രാണികളൊന്നുമല്ല. അതിൽ കാണുന്നത് ആ വറ്റൽമുളകിൻ്റെ അരിയാണ്. വേറെ വലിയ കേടുപാടുകളോ പ്രാണിയോ ഒന്നും അതിലില്ല കേട്ടോ. അപ്പോൾ ഈ ജോലികൾ ഞാൻ രാത്രി കിച്ചണിലെ എല്ലാ ജോലികളും കഴിഞ്ഞ ശേഷം തന്നെയാണ് ചെയ്യണത്. ബാക്കി വന്നതെല്ലാം ആ ഡബ്ബയിലിട്ടിട്ട് ആ ഡബ്ബയുടെ താഴത്തുനിന്ന് നമ്മൾ കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കണ്ടെയ്നറൊക്കെ ഏകദേശം ഫില്ല് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നമ്മളിപ്പോൾ ആദ്യം കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ഗ്രീൻ പീസും പിന്നെ ഇപ്പോൾ കുറച്ച് കൊണ്ടുവന്ന ഗ്രീൻ പീസും കൂടിയാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.